എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ധനുഷ്കോടി സൈക്കിൾ റൈഡിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. ഇതാ കണ്ടില്ലേ, ക്ഷേത്രത്തിൻ്റെ അകത്ത് ക്യാമറ അലോ ചെയ്യില്ല. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ട് കാണാൻ. ഇന്ന് നമ്മളിവിടുന്ന് രാമേശ്വരം സൈഡിലോട്ട് റൈഡ് ചെയ്യാണ്. ക്ഷേത്രം ഒക്കെ കണ്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ മധുര മീനാക്ഷി ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ ഇതിൻ്റെ അകത്ത് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് അറിയാത്ത ആരും തന്നെ ഇല്ല. അതുകൊണ്ട് വളരെ വേഗം തന്നെ അകത്തുനിന്ന് ഓടിക്കയറി കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ റൈഡ് തുടങ്ങാം. ഇപ്പോൾ എല്ലാവർക്കും ധനുഷ്കോടി സൈക്കിൾ റൈഡിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനകത്ത് മുണ്ടെടുത്തേ കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഹാഫ് പാൻറ്റ് ബർമുടയിലിട്ടേക്കണേ, അതിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഒരു മുണ്ടെടുക്കണം. അപ്പോൾ ഇവിടെ അടുത്തുള്ള കടയിൽ മുണ്ട് തീർന്നു പോയി. അപ്പോൾ എൻ്റെ മുണ്ട് മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഇവിടുത്തെ ചേട്ടൻ സൈക്കിളൊക്കെ എടുത്തിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മുണ്ടെടുത്തുകൊണ്ട് അടുത്ത് കയറാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വളരെ ശീഘ്രം ഓടി ഒരു ക്ഷേത്ര സന്ദർശനമൊക്കെ കഴിഞ്ഞു. നമുക്ക് രാവിലെ തന്നെ റൈഡ് തുടങ്ങണം, അല്ലെങ്കിൽ 100 കിലോമീറ്റർ അടുത്ത് വരും. അത്രയും ചെയ്തെങ്കിലാണ് നമ്മുടെ ഒരു നിർദ്ദിഷ്ട ടൈം ഷെഡ്യൂളിനുള്ളിൽ നമുക്ക് റൈഡൊന്ന് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. വർക്കിംഗ് ഡേയ്സ് ആണ് തിങ്കളാഴ്ച തൊട്ടേ. അപ്പോൾ നമുക്ക് നീങ്ങാം. ഓക്കെ, നമുക്ക് പോണ വഴിക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ റൈഡ് തുടങ്ങട്ടെ. രാമേശ്വരം സൈഡിലോട്ട് തുടങ്ങും, മധുരയിൽ നിന്ന് വിടുവാണ്. ഓക്കെ, അതന്നെ ശരി ശരി. അടുത്തുള്ള എങ്ങനെയുണ്ട് രാമേശ്വരം? എന്താ ഡയറക്ഷൻ? ധനുഷ്കോടി. ശരി, താങ്ക് യു. രാമേശ്വരം 166 കിലോമീറ്റർ. റോഡ് നല്ല സൂപ്പർ റോഡാണ്. ഫ്ലൈഓവറാണെങ്കിൽ നല്ല കയറ്റം, നോക്കിയും കണ്ട് ഓടിക്കണം. രാവിലെ നല്ല ചൂടൻ ഇഡ്ഡലി, സാമ്പാർ, ചട്നി എല്ലാം കിട്ടി. വഴിക്കുള്ളൊരു കുഞ്ഞു കടയാണ്. ഇതെന്താ അമ്മ എല്ലാം ഇവിടെ ഇരിക്ക്. അവരെ തമ്പിയല്ല, ഞാൻ കുളന്തായ മാതിരി. 50 വയസ്സ്, அவர் 22. பாடி கண்ட்ரோலுக்கு எல்லாம் கரெக்ட் 30. இவர் 60 வயசா? பார்த்தா எப்படி? பேர் என்ன? രാജ്വേൽ. എൻ്റെ പേര് ബിനോയ്. അത് വന്ന് സൽമാൻ. ചെയ്തിരിക്കാനാണ് போயிட்டு வரட்டுமா? ரிட்டர்ன் எப்படி ரூட் டிசைட் ஆச்சுல. நல்ல சாப்பாடு இப்படி வரும்போது இருக்கா. நீ வரும்போது இந்த இடத்துல ஒரு பெரிய ஷாப்பா இருக்கட்டும். தனுஷ்கோடி. சும்மா போட்டேன். ശരി, വരാം. ഇങ്ങനൊരു ഗോൾഡൻ നിറം, അത് കൊള്ളാം. റെക്കോർഡിങ്ങിൽ കംപ്ലീറ്റ് ബാക്ക് ലൈറ്റ് ആയിരിക്കും. കറക്റ്റ് സൂര്യൻ അവിടെ നിന്നാണ്. ഹൈവേയിലും കയറ്റം. കൈവാരം കൊള്ളാലോ. അതെ, ഓട്ട് കമ്പനിയാണേ. കുട്ടൻകുളം.
രാമേശ്വരം 154. ഫ്ലൈ ഓവറൊക്കെ വരുമ്പോൾ ഇച്ചിരി കയറ്റമുണ്ട് കേട്ടോ. റെയിൽവേ ലൈനിന് കുറുകെയുള്ള ഫ്ലൈ ഓവറാണ്. ചിലത് ഹരിതം, ചിലത് സുവർണം. കൊള്ളാം. എന്തോ ഭംഗിയുണ്ട്. രാമനാഥപുരം 81, ധനുഷ്കോടി 149. അത് ക്യാമറ. ആമാ. ഓ സർ, ഡെഫിനറ്റ്ലി. You're from? I'm from local. Yeah, okay. Name and name? I'm Ashwin. Ashwin. Okay. ഞാൻ ബിനോയ്, ഇത് സൽമാൻ. Okay. കമ്പംമെട്ടിൽ നിന്ന് 135 കിലോമീറ്റർ ഓട്ടി യെസ്റ്റർഡേ വന്ന് മധുരൈ വന്നാச்சு. Okay. ഇനി ഇന്ന് മധുരൈ. അപ്പോൾ ഇത് വന്ന് സെക്കൻഡ് ഡേ. നല്ല ഐഡിയ. ഓക്കെ, ബൈ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇവിടെ വെച്ചും തന്നെ ഒരു ചങ്ങാതി അശ്വിൻ പരിചയപ്പെട്ടു. இப்போ என்னங்க மதுரையில் வரல, ഞങ്ങൾ കേരളത്തിൽ வர்றேன். ஆமா ஆமா ஆமா. கியர் சைக்கிள் தானே, ஆனால் ஈஸியாக இருக்கும். இல்லைங்க நாங்கள் ஆமாம் 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 ஆமாம். டென்ட் இருக்கு, இந்த டென்ட் இருக்கு. அப்படின்னா அப்படி இல்லைன்னா ரூமு. நீ எத்தனை கிளாஸில் படிக்கிற? 10th. இங்கெல்லாம் ஸ்கூல் ஓப்பன் ஆச்சா? ஓப்பன் ஆகாது. கேரளாலும் ஓப்பன் ஆகாது. ஆன்லைன் கிளாஸ் உங்களுக்கு இருக்கா? ஆன்லைன் கிளாஸ் இருக்கா? ஆஹா. கேமரா ரெக்கார்ட் பண்ணிகிட்டே இருப்பேன். നീലാകാശം, പച്ച ബോട്ട്. വൈഗൈ നദിയാണ്. വൈഗൈ നദി. പക്ഷേ ഒരു മണൽ ആരണ്യം മാതിരി അല്ലേ? ഒരു സിപ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. നല്ലൊരു ആൽമരം കണ്ടോ, ഇലകളൊക്കെ ഇളകുന്നുണ്ടോ? നല്ല കാറ്റ്. 10 മിനിറ്റ് റെസ്റ്റ്. തഴുകുന്ന ഒരു കാറ്റ്. താങ്ക്സ് ചേട്ടാ. തൊടുപുഴ, ഇടുക്കിയിൽ നിന്ന് പറ. நல்லா இருக்கு. சரிங்க, താങ്ക്യൂ. വീണ്ടും വൈഗൈ നദി. ഇതാണ് വഴിയോര വിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത്. ചിന്തരിക്കാൻ പറ്റിയ പേരല്ലേ, വഴിയോര വിശ്രമ കേന്ദ്രം. ഇപ്പം ചാടാൻ പറ്റിയ സമയം. അടിപൊളി. നമ്മുടെ കാലടി ചാലക്കുടി സ്റ്റൈലല്ലേ? കോട്ട് കമ്പനികൾ. കേരള से आता है? आमा. धनुषकोडी जाते हैं अभी. आप लोग किधर का आदमी है? हरियाणा का. अभी इधर रहता है? हाँ ठीक है. अच्छा. ആ സ്കൈയുടെ പശ്ചാത്തലത്തിൽ കുറച്ച് സൂം ചെയ്ത് കാണാം.
വന്ന വഴികളിങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുക നല്ല രസമാണ്. हाँ हिंदी थोड़ा थोड़ा. अभी केरला से आते हैं, धनुषकोडी जाते हैं, രാമേശ്വരം. എല്ലോ മരുഭൂമിയാന്നൊക്കെ വിചാരിച്ചു കിടന്ന സ്ഥലത്തത് തണ്ണീർത്തടങ്ങൾ മുഴുവൻ, അത് കൊക്കുകൾ, കൊള്ളാം, അടിപൊളി. കണക്കൊന്നെ വേറെ ഒരു സംഗതി കാണിച്ചു തരാം. വഴി നീളെ കണ്ടില്ലേ, അതുപോലെ നിൽക്കുന്ന മുൾച്ചെടികളില്ലേ, അത് മുള്ള്. ഞാൻ നേരത്തെ വീഡിയോയിൽ വരുന്ന വഴിക്കാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇതാണ് ഈ മുള്ള്. ഇതിൽ മൊത്തം മുള്ളാണ്. തൊട്ട് കഴിഞ്ഞാൽ ആ സകലം മുള്ളാണ്. ആ സാധനമാണ് ഇവിടെ ഇങ്ങനെ കണ്ടോ കൂട്ടിയിട്ടിട്ട് കത്തിക്കും. ആ കത്തിക്കുന്ന കരിയാണ് നമ്മുടെ അവിടെ ചാക്കിൽ കെട്ടിയിട്ട് വരുന്ന കരി. സാധാരണ നമ്മുടെ അൽഫാമിനും ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള കരി എടുക്കുക, അല്ലെങ്കിൽ തേപ്പ് കിടക്കാർ തുണി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കരി എടുക്കും. ആ സാധനമാണ് ഭയങ്കര കനൽ ആഴമുള്ളൊരു തണ്ട. അതിൻ്റെ മുള്ള അല്ലേ അപ്പടി சொல்ல അല്ലേ ഈ കരി കറുവേലൈ മരം ആണ്. ഇവിടെ എന്താണ് സംഭവം? കോവിലുണ്ട്. ഇവിടെ പോരാ, കേരളാന്ന് വരെ. ഉണ്ടോ കുതിരപ്പുറത്ത് ആളിരിക്കണുണ്ടോ? ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് കിടന്നോളാൻ പറഞ്ഞു. എൻ്റെ പേരെന്നടാ? പ്രജൻ. നീ ക്യാമറയിൽ എടുത്തിട്ടേ ഇരിപ്പടാ. ആമക്ക നീ അങ്ങ് ഇരി. കേരള എന്ന് പറയടാ. ആമടാ. ഉനക്കില്ലയാ? നീ സാപ്പിടലേ? പശിക്കാതെടാ. എന്താ கொஞ்சம் ரெஸ்ட் எடுத்துட்டு பான்னு விசாரிச்சேன். பிரஜன் சொன்னாச்சு முன்னாடி. சரவணன் அல்ல நீயா? റസ്വാൻ. ശരി. അപ്പോൾ ഇതെല്ലാം ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ കുഞ്ഞു ഫ്രണ്ട്സ്. ദേവന്മാർ സാപ്പാടാ ഉണ്ടോ? കടലക്കറി, മേലപ്പെരുങ്കരൈ. മൗണ്ട് ലിറ്റേറ. ഓ ഫൈനലി ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ. മറ്റേ സൈഡാണ്, പക്ഷേ കയറാണ്ടിരിക്കാൻ പറ്റില്ല. കുറേ ലഗേജൊക്കെ ഇരിക്കണോണ്ട് ആ ഇതിലേക്ക് ഇങ്ങനെയൊക്കെ ചുവന്ന് കയറ്റാൻ ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഒരു കാറ് പാഞ്ഞ് വരുന്നുണ്ട്. അയ്യോ. അങ്ങനെ ഏതായാലും നമ്മളൊരു നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ, എന്താ അതിൻ്റെ പേരത്? ഓക്കെ, ശ്രീ മീനാക്ഷി ഭവൻ. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ബാറ്ററി വെച്ച സാധനത്തിൻ്റെ ഒന്ന് കുത്തിയിടാം. അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് തിരികെ വിശ്രമിച്ചിട്ട് വീണ്ടും നമുക്ക് യാത്ര തുടരാം. ധനുഷ്കോടി റൈഡിൻ്റെ 2ാം ദിവസത്തെ വീഡിയോയുടെ 1ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളും എല്ലാവരും കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ബൈ.